ആ ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ കൂട്ടുകാരനാണ്. വാവ്, എത്ര സന്തോഷവാനാണ് അദ്ദേഹം. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്ത ഇവന് മാത്രമാണ്. എന്നിട്ടും ഇദ്ദേഹം എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കുന്നു? ചെലവുകൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നു? അതെ, ഇവനെ ഇത്രമേൽ സന്തോഷവാനാക്കുന്ന ഇവൻ്റെ വരുമാനത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞെട്ടിക്കുന്നതായിരുന്നു എൻ്റെ കണ്ടെത്തലുകൾ. ഹലോ എടാ, ഒരു 65 രൂപ ജീപ്പ് ചെയ്ത് അത്യാവശ്യം. അങ്ങനെ പലപ്പോഴായി 50, 30, 60 എന്ന് പറഞ്ഞ് അവൻ മേടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ അത്യാവശ്യം ആ പറച്ചിലിൽ ഞാൻ വീണുപോയി. അങ്ങനെ ഒരു ദിവസം അവിചാരിതമായി ഞാൻ ജിപേ ചെക്ക് ചെയ്തു. 50, 30 വെച്ച് ഒരു മാസം പലപ്പോഴായി ഞാൻ ഇവൻ അയച്ചു കൊടുത്തേക്കുന്നത് 600 രൂപ, മറ്റൊരു മാസം 450 രൂപ. ഒരു 500 1000 കടമായിട്ടാണ് ചോദിച്ചെങ്കിൽ തിരിച്ചു ചോദിക്കാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനല്ലല്ലോ. ഇനി ഇതാ അങ്ങോട്ട് നോക്കൂ. തലയിൽ കൈവച്ചിരിക്കുന്ന എൻ്റെ ഈ കൂട്ടുകാരനോട് ഇവൻ്റെ ഇൻ്റർനാഷണൽ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ അവതരിപ്പിച്ചു. പാവം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇദ്ദേഹത്തിന് അയച്ച പണം എത്ര എന്ന് കണക്ക് കൂട്ടുകയാണ്. മരവിച്ച മനസ്സുമായി അദ്ദേഹം എൻ്റെ അടുത്തോട്ട് കടന്നു വരുന്ന എന്തോ കാര്യമായി പറയാൻ ഉദ്ദേശിച്ച് തന്നെയാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് ആ തെണ്ടി എൻ്റെ നിന്ന് മേടിച്ച് എത്ര രൂപയെന്നറിയോ? 4725 രൂപ. ഓ മൈ ഗോഡ്, യെസ് മൈ ഫ്രണ്ട്, ദിസ് മാൻ ഈസ് എ ക്ലാസിക് പൈസ തട്ടിപ്പുകാരൻ. ക്ലാസിക് ക്രിമിനൽ അല്ലേ? മൈൻഡ് വോയിസ് അങ്ങനെ ഇത്ര കൃത്യമായിട്ട് അവസ്ഥ അതായി പോയില്ലേ? ഇവൻ്റെ ഈ സ്കാമിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നാട്ടിലുള്ള സാലറി കുറവുള്ള ഞങ്ങളെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് മാസം 400-നും 600-നും ഇടയ്ക്ക്, വെളിയിലുള്ള സാലറി കൂടുതലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് 1000-നടുത്ത് ഈ കള്ളക്കശ്മളൻ എന്ന് പറഞ്ഞ് അപഹരിക്കാറുണ്ട്. വാവ്, ഒരു ജോലിയും ചെയ്യാതെ എത്ര സന്തോഷകരമായ ജീവിതം. ഗൈസ്, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇതുപോലുള്ള എക്സ്ട്രാ ഓർഡിനറി തട്ടിപ്പുകാർ? എങ്കിൽ അവർ ഒരിക്കലും മെൻഷൻ ചെയ്യാതിരിക്കും. കാരണം ഈ സ്വഭാവം ഇവർ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. ദൈവമേ, ഈ കാലമാടൻ ഇപ്പം പൈസ ഒതുക്കും. ഇത്തവണ ഞാൻ കൊടുക്കൂല. ഒരു 19 രൂപ ചെയ്ത് കൊണ്ടുപോയി തിന്നട പന്നീ. ഒരു 50 രൂപ ജീപ്പ് ചെയ്യോ? അത്യാവശ്യം